ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 5ാം ക്ലാസ്സിലെ മക്കളുടെ സാമൂഹ്യ ശാസ്ത്രത്തിന്റെ ഒരു മോഡൽ ചോദ്യ പേപ്പറാണ്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നമ്മൾ ഓൾറെഡി മലയാളം മീഡിയംകാർക്ക് വേണ്ടതും ഇംഗ്ലീഷ് മീഡിയംകാർക്ക് വേണ്ടതും ഒക്കെ ആയിട്ടുള്ള സോഷ്യൽ സയൻസിന്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് ഒക്കെ STD5 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അതിൽ ലഭിക്കുന്നതാണ്. അപ്പൊ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് അടക്കാം. ആദ്യത്തെ പ്രവർത്തനം നോക്കൂ. ഒന്നാമത്തെ ചോദ്യത്തിൽ 2 ചോദ്യങ്ങളുണ്ട്. ഒന്ന് എയും ഒന്ന് ബിയും ഉണ്ട്. ഇതിൽ ഒന്നിന് മാത്രം ഉത്തരം എഴുതിയാൽ മതിയായിരിക്കും. ഒന്ന് എ നമുക്ക് ആദ്യം നോക്കാം. നമുക്ക് അവിടെ സൗരയൂഥത്തിന്റെ ചിത്രമാണ് തന്നിട്ടുള്ളത്. സൂര്യനും ഭൂമിയും ചന്ദ്രനും ക്ഷുദ്രഗ്രഹങ്ങളും ചൊവ്വയും വ്യാഴവും യുറാനസും ശനിയും കുള്ളൻ ഗ്രഹങ്ങളും നെപ്റ്റ്യൂണും യുറാനസും എല്ലാം അടങ്ങിയിട്ടുള്ള വാൽനക്ഷത്രങ്ങളും ഒക്കെ അടങ്ങിയിട്ടുള്ള സൗരയൂഥത്തിന്റെ ചിത്രം. അതിന് താഴെ ഒരു തിരിച്ചറിയൽ കാർഡ് തന്നിട്ടുണ്ട്. ബുധൻ എന്ന ഗ്രഹത്തിന്റെ പേര് ബുധൻ. സൂര്യനിൽ നിന്നുള്ള അകലം സൂര്യനിൽ നിന്ന് 1ാമത്തെ ഗ്രഹമാണ്. ഗ്രഹത്തിന്റെ സ്ഥാനം സൂര്യനും ശുക്രനും ഇടയ്ക്കാണ്. പ്രത്യേകത ഏറ്റവും ചെറിയ ഗ്രഹമാണ്. ചോദ്യം എന്താണ്? ചോദ്യം എ, സൗരയൂഥത്തിന്റെ ചിത്രം നിരീക്ഷിച്ച് ബുധൻ ഒഴികെ മറ്റേതെങ്കിലും ഒരു ഗ്രഹത്തിന്റെ തിരിച്ചറിയൽ കാർഡ് മാതൃക നോക്കി തയ്യാറാക്കുക. അപ്പൊ മക്കൾക്ക് ഇഷ്ടമുള്ളതിന്റെ ചെയ്യാം. ഞാനിവിടെ വ്യാഴത്തിന്റെയാണ് എടുക്കുന്നത്. ഗ്രഹത്തിന്റെ പേര് വ്യാഴം. സൂര്യനിൽ നിന്നുള്ള അകലം സൂര്യനിൽ നിന്ന് 5ാമത്തെ ഗ്രഹം. ഗ്രഹത്തിന്റെ സ്ഥാനം ചൊവ്വയ്ക്കും ശനിക്കും ഇടയിൽ. പ്രത്യേകത സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം. ഇനി ഇങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് ഭൂമിയുടെ എഴുതിയാലും മതി. ഇതിലെ ബി ചോദ്യം, ഗ്രഹങ്ങൾക്ക് ചുറ്റും നിശ്ചിത സഞ്ചാര പഥത്തിലൂടെ വലം വെച്ചുകൊണ്ടിരിക്കുന്ന ആകാശഗോളങ്ങൾ ഏത്? ക്ഷുദ്രഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങൾ, വാൽനക്ഷത്രങ്ങൾ, ഉൽക്കകൾ. അപ്പൊ ഗ്രഹങ്ങളെ ചുറ്റി സഞ്ചരിക്കുന്ന ആകാശഗോളങ്ങൾ ഏതാ മക്കളെ? ഉപഗ്രഹങ്ങളാണ്. സോ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. പ്രവർത്തനം ഈ 1ലെ ബി ചോദ്യം, ഭൂമി നീല നിറത്തിലാണ്. അത് എത്ര അത്ഭുതമാണ്! അത് അതിശയിപ്പിക്കുന്നതാണ്. യൂറി ഗഗാറിൻ പറഞ്ഞതാണ്. ചോദ്യം എ, ഭൂമിയുടെ സവിശേഷതയെക്കുറിച്ച് യൂറി ഗഗാറിൻ പറഞ്ഞ വാക്കുകളാണ് ഇവ. നീലഗ്രഹം എന്നതുപോലെ ഭൂമിക്ക് മറ്റെന്തെല്ലാം സവിശേഷതകളാണുള്ളത്? പട്ടികപ്പെടുത്തൂ. ജീവൻ നിലനിൽക്കുന്ന പ്രപഞ്ചത്തിലെ ഏക ഗ്രഹമാണ് ഭൂമി. സൂര്യനിൽ നിന്നുള്ള കൃത്യമായ അകലം കാരണം ജീവന് അനുയോജ്യമായ താപനില നിലനിൽക്കുന്നു. ജീവന്റെ നിലനിൽപ്പിന് ആവശ്യമായ ഓക്സിജൻ, നൈട്രജൻ തുടങ്ങിയ വാതകങ്ങൾ അടങ്ങിയ അന്തരീക്ഷം ഭൂമിക്കുണ്ട്. ഉപരിതലത്തിന്റെ 71% ജലം കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നു. ഇതിലെ ബി ചോദ്യം, ഭൂമിയുടെ ഭ്രമണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തി എഴുതുക. എ, നിശ്ചിത സഞ്ചാരപഥത്തിലൂടെ സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്നു. ഋതുക്കൾ അനുഭവപ്പെടുന്നു. രാത്രിയും പകലും ഉണ്ടാകുന്നു. കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് സഞ്ചരിക്കുന്നു. ഇതിൽ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അതാണ് ഭ്രമണവുമായി ബന്ധപ്പെട്ട് വരുന്നത്, അതായത് രാത്രിയും പകലും ഉണ്ടാകുന്നു എന്നത്. ആദ്യത്തെ 2 എന്താണ്? നിശ്ചയ സഞ്ചാര പഥത്തിലൂടെ സൂര്യനെ ചുറ്റുന്നതും ഋതുക്കൾ അനുഭവപ്പെടുന്നതും ഒക്കെ പരിക്രമണത്തിന്റെ ഫലമാണ് അല്ലെ. രാത്രിയും പകലും ഉണ്ടാകുന്നു എന്നതാണ് ഭ്രമണത്തിന്റെ ഫലമായി ഉണ്ടാവുന്നത്. പ്രവർത്തനം 2, ബാലാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി നിരവധി നിയമങ്ങളും സംവിധാനങ്ങളും നിലവിലുണ്ട്. ചോദ്യം എ, ബാലാവകാശങ്ങളെ കുറിച്ച് അറിയുന്നതിന് വേണ്ടി ചൈൽഡ് ലൈൻ പ്രവർത്തകരുമായി അഭിമുഖം നടത്തുന്നതിനാവശ്യമായ ചോദ്യാവലി തയ്യാറാക്കുക. പ്രസക്തമായ 4 ചോദ്യങ്ങളെങ്കിലും ഉണ്ടാക്കണം. ചൈൽഡ് ലൈൻ 1998 എന്ന സംവിധാനത്തിന്റെ പ്രധാന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ എങ്ങനെയാണ് നിങ്ങളെ അറിയിക്കേണ്ടത്? അപകട സാഹചര്യങ്ങളിൽ അകപ്പെടുന്ന കുട്ടികൾക്ക് എങ്ങനെയുള്ള സംരക്ഷണമാണ് നിങ്ങൾ നൽകുന്നത്? ബാലവേലയും ബാലവിവാഹവും തടയാൻ ചൈൽഡ് ലൈൻ സ്വീകരിക്കുന്ന നടപടികൾ എന്തെല്ലാമാണ്? ഇതിലെ ബി ചോദ്യം, ഓൺലൈൻ ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ്. ഉദ്യോഗാർത്ഥികൾ ജാഗ്രത പാലിക്കുക. അങ്ങനെ ഒരു ന്യൂസ് ഹെഡ്ലൈൻ തന്നിട്ടുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്നതിന് വേണ്ടി ആവിഷ്കരിച്ച നിയമം ഏത്? എ, വിവരാവകാശ നിയമം 2005. ബി, ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019. സി, വിവര സാങ്കേതിക വിദ്യാ നിയമം 2000. ഡി, വിദ്യാഭ്യാസ അവകാശ നിയമം 2009. ഇതിലെ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, വിവര സാങ്കേതിക വിദ്യാ നിയമം. പ്രവർത്തനം 3, ചോദ്യം എ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ സ്വദേശി പ്രസ്ഥാനത്തിന്റെ പ്രതീകമായി ചർക്ക മാറി. എന്തുകൊണ്ട്? നിങ്ങളുടെ പ്രതികരണങ്ങൾ രേഖപ്പെടുത്തുക. ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാനും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ പ്രചരിപ്പിക്കാനുമുള്ള ആഹ്വാനമായിരുന്നു സ്വദേശി പ്രസ്ഥാനം. ഗാന്ധിജി ചർക്കയെ ഇതിന്റെ പ്രതീകമായി തിരഞ്ഞെടുത്തു. കാരണം സ്വയം പര്യാപ്തതയുടെയും ആത്മവിശ്വാസത്തിന്റെയും അടയാളമായിരുന്നു ചർക്ക. വിദേശ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് ഇന്ത്യക്കാർ സ്വന്തമായി വസ്ത്രം നെയ്യാൻ ഇത് പ്രേരിപ്പിച്ചു. സാധാരണക്കാരായ ജനങ്ങളെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാക്കാൻ ഇതിലൂടെ സാധിച്ചു. ഇന്ത്യയുടെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താൻ ഇത് സഹായിച്ചു.
ഇതിലെ ബി ചോദ്യം, വസ്ത്രനിർമ്മാണ രംഗത്തെ തൊഴിൽ മേഖലകളുമായി നേരിട്ട് ബന്ധമുള്ള ശരിയായ ജോഡി ഏത്? കൃഷി, എംബ്രോയിഡറി, ഗതാഗതം, ചായം മുക്കൽ കൃഷി, എംബ്രോയിഡറി ഡിസൈനിങ്. ഏതാ മക്കളെ? എംബ്രോയിഡറി ഡിസൈനിങ് ആണ്. ഇതിലെ ചോദ്യം സി, സമൂഹത്തിൽ വന്ന മാറ്റങ്ങൾ വസ്ത്രനിർമ്മാണത്തെ കാര്യമായി സ്വാധീനിച്ചു. വസ്ത്രനിർമ്മാണത്തിൽ വന്ന മാറ്റങ്ങളെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. മനുഷ്യ ചരിത്രത്തിന്റെ ഓരോ ഘട്ടത്തിലും സമൂഹത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഉൽപാദന രീതികളെയും വസ്തുനിർമ്മാണത്തെയും ആഴത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്. സമൂഹത്തിന്റെ ജീവിത രീതി പരിഷ്കരിക്കപ്പെട്ടതോടെ മനുഷ്യന്റെ ആവശ്യങ്ങളിലും മാറ്റം വന്നു. ലളിതമായ ഉപകരണങ്ങളിൽ നിന്ന് സങ്കീർണമായ യന്ത്രങ്ങളിലേക്കും ആധുനിക സാങ്കേതിക വിദ്യകളിലേക്കും വസ്ത്രനിർമ്മാണം വഴിമാറി. വ്യാവസായിക വിപ്ലവത്തിന് ശേഷം കൈവേലകളിൽ നിന്ന് യന്ത്രസഹായത്തോടെയുള്ള വൻതോതിലുള്ള ഉൽപാദനത്തിലേക്ക് സമൂഹം മാറി. ഇത് കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ വസ്തുക്കൾ നിർമ്മിക്കാൻ സഹായിച്ചു. IT മേഖലയിൽ ഉണ്ടായ വളർച്ചയും ഓട്ടോമേഷനും വസ്ത്രനിർമ്മാണ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഇന്ന് 3D പ്രിന്റിംഗ്, റോബോട്ടിക്സ് തുടങ്ങിയ സാങ്കേതിക വിദ്യകൾ നിർമ്മാണ പ്രക്രിയയെ കൂടുതൽ കൃത്യതയുള്ളതാക്കി. ശാസ്ത്രീയമായ അറിവ് വർദ്ധിച്ചതോടെ പ്രകൃതിദത്തമായ വസ്തുക്കൾക്ക് പുറമെ കൃത്രിമമായ അസംസ്കൃത വസ്തുക്കൾ, ഉദാഹരണത്തിന് പ്ലാസ്റ്റിക്, സിന്തറ്റിക് ഇഴകൾ തുടങ്ങിയവ ഉപയോഗിച്ച് കുറഞ്ഞ ചിലവിൽ വസ്തുക്കൾ നിർമ്മിക്കാൻ തുടങ്ങി. ആഗോളവൽക്കരണത്തിന്റെ ഫലമായി ലോകത്തിന്റെ ഏതു കോണിലുള്ള ഉൽപ്പന്നങ്ങളും എവിടെയും ലഭ്യമാകുന്ന സാഹചര്യം വന്നു. ഇത് ഉപഭോക്താക്കളുടെ അഭിരുചിക്ക് അനുസരിച്ച് വൈവിധ്യമാർന്ന വസ്തുക്കൾ നിർമ്മിക്കാൻ ഉൽപാദകരെ പ്രേരിപ്പിച്ചു. ചുരുക്കത്തിൽ, സാമൂഹികമായ പുരോഗതിയും ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വളർച്ചയും വസ്ത്രനിർമ്മാണ മേഖലയെ ഗുണപരമായും അളവുപരമായും വലിയ രീതിയിൽ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. പ്രവർത്തനം 4. സാമൂഹിക അസമത്വം, പദവി, അവകാശങ്ങൾ, അവസരങ്ങൾ എന്നിവയിൽ തുല്യതയില്ലാത്ത അവസ്ഥ വിവേചനം സൃഷ്ടിക്കുന്നു. ചോദ്യം എ, നൽകിയിരിക്കുന്നവയിൽ നിന്ന് സാമ്പത്തിക അസമത്വവുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾ കണ്ടെത്തി എഴുതുക. തൊഴിലില്ലായ്മ, കോളനിവൽക്കരണം, വരുമാനത്തിലെ വ്യത്യാസം, ഗ്രാമനഗര വ്യത്യാസം. 1ഉം 2ഉം ശരി. പിന്നെ അതുപോലെ 2ഉം 3ഉം, അല്ലെങ്കിൽ 3ഉം 4ഉം 1ഉം 3ഉം. ഏതൊക്കെയാ മക്കളെ? തൊഴിലില്ലായ്മയും വരുമാനത്തിലെ വ്യത്യാസവുമാണ് സാമ്പത്തിക അസമത്വം സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ശരി. ഇതിലെ ബി ചോദ്യം, സമൂഹത്തിൽ കുടുംബ വരുമാനത്തിലെ വ്യത്യാസത്തിന്റെ കാരണങ്ങൾ എഴുതുക. കുടുംബാംഗങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയിലുള്ള വ്യത്യാസം, തൊഴിൽ മേഖലകളിലെ വൈവിധ്യം, ഉദാഹരണത്തിന് കൃഷി, സർക്കാർ ജോലി, ബിസിനസ് തുടങ്ങിയ വ്യത്യസ്തമായ ജോലികളാണ് അല്ലെ. സ്വത്തവകാശത്തിലും ഭൂമിയുടെ ഉടമസ്ഥതയിലുമുള്ള വ്യത്യാസം, നൈപുണ്യ വികസനത്തിലുള്ള കുറവ്, അതായത് കഴിവ് അധികം ആളുകൾക്ക് പ്രാക്ടീസ് കിട്ടാതെ കഴിവില്ലാത്ത ആളുകളുണ്ടല്ലേ, അതിന്റെ വ്യത്യാസത്തിലുള്ള കുറവും ഉണ്ട്. ചോദ്യം സി, വരുമാനത്തിലെ വ്യത്യാസങ്ങൾ കുടുംബങ്ങളെ എങ്ങനെയെല്ലാം ബാധിക്കുന്നു? വരുമാനത്തിലെ വ്യത്യാസം ഒരു കുടുംബത്തിന്റെ ജീവിത നിലവാരത്തെ ആകെ ബാധിക്കുന്നു. ഉയർന്ന വരുമാനമുള്ളവർക്ക് മികച്ച ഭക്ഷണവും താമസ സൗകര്യവും ലഭിക്കുമ്പോൾ കുറഞ്ഞ വരുമാനമുള്ളവർക്ക് അത് അപ്രാപ്യമാകുന്നു. മികച്ച വിദ്യാഭ്യാസം നേടാനുള്ള അവസരം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് നഷ്ടപ്പെട്ടേക്കാം. ഗുണമേന്മയുള്ള ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തടസ്സമാകുന്നു. വരുമാനം സമൂഹത്തിലുള്ള വ്യക്തിയുടെ പദവിയെയും സ്വാധീനത്തെയും നിർണ്ണയിക്കുന്ന ഘടകമായി മാറുന്നു. പ്രവർത്തനം 5. ചോദ്യം എ, റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് ബോർഡുകളിൽ കാൽനടയാത്ര പാടില്ല എന്ന് സൂചിപ്പിക്കുന്ന അടയാളം ഏത്? നോക്കൂ മക്കളെ, രണ്ടാമത്തേതാണ് കേട്ടോ. ബി ആണ്. കാൽനടയാത്രക്കാർക്ക് നടക്കാനുള്ള അവകാശമില്ല, അല്ലെങ്കിൽ അവിടെ നടക്കാനായിട്ട് പാടില്ല എന്ന് സൂചിപ്പിക്കുന്ന ചിഹ്നം. ചോദ്യം ബി, നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ കണ്ടെത്തി എഴുതുക. വഴക്കങ്ങളിൽ നിന്നാണ് നിയമങ്ങൾ രൂപപ്പെടുന്നത്. നിയമനിർമ്മാണ സഭകളാണ് നിയമങ്ങൾ രൂപീകരിക്കുന്നത്. സാമൂഹിക ക്രമങ്ങളുടെ ഭാഗമായാണ് നിയമങ്ങൾ രൂപം കൊള്ളുന്നത്. കോടതി വിധികളും വ്യാഖ്യാനങ്ങളും നിർദ്ദേശങ്ങളും നിയമനിർമ്മാണത്തിന് കാരണമാകുന്നു. ഇതിൽ രണ്ടാമത്തേതും നാലാമത്തേതുമാണ് ശരിയായിട്ടുള്ളത്. അതായത് നിയമനിർമ്മാണ സഭകളാണ് നിയമങ്ങൾ രൂപീകരിക്കുന്നത്. അതുപോലെ കോടതി വിധികളും വ്യാഖ്യാനങ്ങളും നിർദ്ദേശങ്ങളും നിയമനിർമ്മാണത്തിന് കാരണമാകുന്നു. ഇതിലെ സി ചോദ്യം, നിയമങ്ങൾ പാലിക്കപ്പെടാതിരുന്നാൽ സമൂഹത്തിൽ എന്തെല്ലാം സംഭവിക്കാം? പട്ടികപ്പെടുത്തുക. അരാജകത്വവും സമാധാന അന്തരീക്ഷം തകരുകയും ചെയ്യുന്നു. കുറ്റകൃത്യങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നു. വ്യക്തികളുടെ മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നു. അപകടങ്ങളും പ്രത്യേകിച്ച് റോഡുകളിലുള്ള അപകടങ്ങൾ, അനിഷ്ട സംഭവങ്ങളും വർദ്ധിക്കുന്നു. സാമൂഹികമായ സുരക്ഷിത ബോധം ഇല്ലാതാകുന്നു. പ്രവർത്തനം 6. ആറാമത്തെ ചോദ്യത്തിൽ 2 ഉണ്ട്. 6A-യും B-യും ഉണ്ട്. ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. 6A നോക്കാം നമുക്ക്. ലോക ജലദിനത്തിൽ ജലസംരക്ഷണവുമായി ബന്ധപ്പെട്ട് കുട്ടികൾ തയ്യാറാക്കിയ പ്ലക്കാർഡുകളാണ് നൽകിയിരിക്കുന്നത്. മഴവെള്ളം മണ്ണിന്റെ സമ്പത്താണ്. മുറ്റത്തെ കോൺക്രീറ്റ് ഒഴിവാക്കാം.
ചോദ്യം എ, കൂടുതൽ ജലസംരക്ഷണ മാർഗങ്ങൾ കണ്ടെത്തി പ്ലക്കാർഡുകൾ തയ്യാറാക്കുക. 4 തയ്യാറാക്കണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. മഴക്കുഴികൾ നിർമ്മിക്കൂ, ഭൂഗർഭജലം വർദ്ധിപ്പിക്കൂ, കിണർ റീചാർജിംഗ് നടത്തൂ, വേനലിലും കുടിവെള്ളം ഉറപ്പാക്കൂ, തുള്ളി വെള്ളം ജീവാമൃതം, ഒരു തുള്ളി പോലും പാഴാക്കരുത്, ജലം അമൂല്യമാണ്, അത് കരുതലോടെ ഉപയോഗിക്കൂ. ഇതിലെ ബി ക്വസ്റ്റ്യൻ, നൽകിയിരിക്കുന്നതിൽ ഹരിത കേരളം മിഷൻ നടപ്പാക്കുന്ന ജലസംരക്ഷണ പദ്ധതി ഏത്? മാലിന്യമുക്ത നവകേരളം, ബി തെളിനീരൊഴുകും നവകേരളം, സി ജൽ ജീവൻ മിഷൻ, ഡി ഇനി ഞാൻ ഒഴുകട്ടെ. ഇതിൽ ബി തെളിനീരൊഴുകും നവകേരളം എന്നതാണ് ഹരിത കേരള മിഷന്റെ പദ്ധതി. 6 ബി ചോദ്യം എ, നൽകിയിരിക്കുന്ന വിളകളെ അനുയോജ്യമായ തലക്കെട്ടുകൾ നൽകി ക്രമപ്പെടുത്തുക. തെങ്ങ്, തേയില, നെല്ല്, ഏലം, ചേമ്പ്, മരച്ചീനി എന്നീ വിളകളാണ് നൽകിയിരിക്കുന്നത്. നമുക്കിതിനെ എങ്ങനെ ക്രമപ്പെടുത്താം? ഓരോ ഭൂപ്രദേശത്തും ഉണ്ടാവുന്നതിനനുസരിച്ച് ക്രമപ്പെടുത്താം. അതായത് മലനാട്ടിൽ, ഇടനാട്ടിൽ, തീരപ്രദേശത്ത്. മലനാട്ടിൽ കൃഷി ചെയ്യുന്ന വിളകളാണ് തേയില, ഏലം തുടങ്ങിയവ. ഇടനാട്ടിലുള്ള പ്രധാനപ്പെട്ടതാണ് ചേമ്പ്, മരച്ചീനി തുടങ്ങിയവ. തീരപ്രദേശത്തുള്ളതാണ് തെങ്ങ്, നെല്ല് തുടങ്ങിയവ. ചോദ്യം ബി, എല്ലാ വിളകളും എല്ലാ ഭൂപ്രകൃതി വിഭാഗങ്ങളിലും കൃഷി ചെയ്യുന്നില്ല. എന്തുകൊണ്ട്? കാരണങ്ങൾ കുറിക്കുക. ഓരോ വിളയുടെയും വളർച്ചയ്ക്ക് പ്രത്യേക സാഹചര്യങ്ങൾ ആവശ്യമാണ്. പ്രധാന കാരണങ്ങൾ താഴെ പറയുന്നവയാണ്. മണ്ണിന്റെ ഗുണം. വിവിധ പ്രദേശങ്ങളിലെ മണ്ണിന്റെ ഘടനയും ഫലഭൂയിഷ്ഠതയും വ്യത്യസ്തമാണ്. ഉദാഹരണത്തിന് തീരപ്രദേശത്തെ മണൽ കലർന്ന മണ്ണ്, മലനാട്ടിലേത് കരിമണ്ണ്. കാലാവസ്ഥയിലുള്ള വ്യത്യാസം. താപനില, മഴയുടെ ലഭ്യത എന്നിവ വിളകളെ സ്വാധീനിക്കുന്നു. ഉയർന്ന പ്രദേശങ്ങളിൽ തണുപ്പുള്ള കാലാവസ്ഥ തേയില, ഏലം എന്നിവയ്ക്ക് അനുയോജ്യമാണ്. ജലലഭ്യതയാണ് അടുത്ത പ്രത്യേകത. നെല്ല് പോലുള്ള കൃഷികൾക്ക് കൂടുതൽ വെള്ളം ആവശ്യമാണ്. എന്നാൽ റബ്ബറിനോ മരച്ചീനിക്കോ അത്രയും വെള്ളം ആവശ്യമില്ല. ഭൂപ്രകൃതിയാണ് 4മത്തെ കാരണമെന്ന് പറയുന്നത്. ചരിവുള്ള പ്രദേശങ്ങളും സമതലങ്ങളും വ്യത്യസ്ത തരം കൃഷികൾക്കാണ് അനുയോജ്യം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ ഉള്ളത്. ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് ഈ ചോദ്യപേപ്പറിൽ നോക്കാനായിട്ടുള്ളത്. ചെയ്ത ചോദ്യങ്ങളൊക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നമ്മുടെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ കൂടുതൽ ചോദ്യപേപ്പറുകൾക്ക് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്